കർണാടകയിലെ കുടകിൽ ട്രെക്കിങ്ങിന് പോയ ശരണ്യയെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാനില്ല. കർണാടകയിലും കേരളത്തിലും വലിയ വാർത്തകളാണ്. ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. കോഴിക്കോട് സ്വദേശിനി ഇയങ്കോടുള്ള ശരണ്യ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. 36 വയസ്സുണ്ട്. ട്രെക്കിങ് വലിയ താല്പര്യമുള്ള കുട്ടിയാണ്. അവർ കുടകിലെ ഏറ്റവും ഉയരമുള്ള തടിയൻ ഡമോൾ എന്ന കൊടുമുടി കയറണം. ട്രെക്കിങ്ങിന് വലിയ ഭ്രാന്താണ് അവർക്ക്. അവരെന്തായാലും കുടകിലെ ആ ഉയരമുള്ള ആ കൊടുമുടിയുടെ താഴെ അവിടെ ധാരാളം റിസോർട്ടുണ്ട്. അവരവിടെ ചെന്നു. അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഒറ്റയ്ക്കാണ്, പിന്നെ അത്ര സേഫല്ല, ആനയൊക്കെയുള്ള സ്ഥലമാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞ് അവർ തടഞ്ഞു. അവരുടെ വനവകുപ്പിലെ കൺസർവേറ്റർ അഭിഷേകിനെ അവർ വിളിച്ചു ചോദിച്ചു. ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞു. കുടകിലെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടി, തടിയൻ ഡമോൾ എന്ന ഈ കൊടുമുടി, രാവിലെ ഒന്നിച്ച ആൾക്കാർ ട്രെക്ക് ചെയ്ത് കയറിക്കഴിഞ്ഞാൽ 4 മണിക്കകം ഇറങ്ങി വരണം. അതാണ് ആ ട്രെക്കിങ്. 4-5 കിലോമീറ്റർ ഉണ്ട്. ആ കൊടുമുടിയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമുദ്രത്തിൽ നിൽക്കുന്ന 1748 അടി ഉയരമുള്ളതാണ്. തടിയൻ്റെ മുകളിൽ 3rd ഹയസ്റ്റ് കൊടുമുടിയാണ് കർണാടകയിലെ. അവിടെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി അതിനടുത്തുണ്ട്. അതിനടുത്താണ് ഈ ട്രെക്കിംഗ് സ്ഥലം. അത് 14-15 കിലോമീറ്റർ മോഡറേറ്റ് ട്രെക്കിംഗ് ആയ കൊടുമുടിയാണ്. വലിയ ഫോറസ്റ്റ് ഒന്നുമില്ല, അതിൻ്റെ ചുറ്റും ഫോറസ്റ്റാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അത് കയറിക്കഴിഞ്ഞാൽ 4 മണിക്കകം തിരിച്ചിറങ്ങണം. മഴക്കാലത്ത് ഒരിക്കലും അനുവദിക്കത്തില്ല. മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും, ലീച്ചിൻ്റെ ശല്യം ഉണ്ടാവും. രക്തം കുടിക്കുന്ന വലിയ ലീച്ചുകളുള്ളതാണ്. അതുകൊണ്ട് ആരും മഴക്കാലത്തൊന്നും അങ്ങോട്ട് പോകാറില്ല. ഇപ്പോൾ അതിൻ്റെ സീസണാണ്. അതുകൊണ്ട് ഒക്ടോബർ പറയാം അതിൻ്റെ സീസണാണ്. ഇവർ തന്നെ പോകണമെന്ന് അവിടെ വന്ന് പറഞ്ഞപ്പോൾ അനുവദിച്ചില്ല. ഏതായാലും ഇവർ താമസിക്കുന്ന ആ ഹോം സ്റ്റേയുടെ അവിടെ ഒരു ട്രെക്കിംഗ് ടീം ബാംഗ്ലൂരിൽ നിന്ന് വന്നു. അവർ 10 പേരുണ്ട്. അവരുടെ പിന്നാലെ ഇവരും പോയി തനിച്ച്. അവർ കുറേ കയറി കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടു, ഇവരുമായിട്ട് സംസാരിച്ചു. അവർ ഒറ്റയ്ക്കാണ്, ട്രെക്കിങ്ങിന് വന്നതാണ്. അതുപോലെ ഇവർക്ക് വലിയ താല്പര്യമുള്ള ഒരു സംഗതിയാണ് ട്രെക്കിങ്. അവരും 10 പേരുണ്ട്, ആണും പെണ്ണുമായിട്ട്. അവരുടെ പിന്നാലെ ഇവർ കയറി. ഇവരങ്ങ് ഉയരത്തിൽ പോകുമ്പം ഇവർ ഏറ്റവും താഴേന്ന് പതുക്കെ നടന്ന് കയറി വരുന്നത് ഇവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ ടീം 4 മണിയായപ്പം താഴെ ബേസ് ക്യാമ്പിൽ എത്തി. പക്ഷേ ഈ സ്ത്രീയെ ഒരു 2 മണിയായപ്പം ആ റിസോർട്ടിൽ അധികൃതരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് വഴി തെറ്റി എന്ന് പറഞ്ഞു. 2 മണിക്കാണ് അത്, വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. അപ്പോൾ അവരുടൻ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് ഫോറസ്റ്റിനെ അറിയിച്ചു. ഫോറസ്റ്റ് കൺസർവേറ്റർ അഭിഷേകും എല്ലാവരും അലർട്ടായി. അവരെല്ലാം ഇവരെ ലക്ഷ്യമാക്കി പല സ്ഥലത്തും നടന്നു. ഈ ട്രെക്കിംഗ് പ്ലേസിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ അവർ ട്രാക്ക് ചെയ്യുകയാണ്. അവിടെ ഇതിനകത്ത് ഡോസ് കോഡിനെ അവർ യൂസ് ചെയ്തു. അവർ ഡ്രോൺ ഉപയോഗിച്ച് നോക്കി. അതിനൊന്നും ഇവരെപ്പറ്റി യാതൊരു വിവരവും കിട്ടിയില്ല. സിം ഇവരെ ഓഫായെങ്കിലും സിം ട്രാക്കിങ്ങും അവർ പരീക്ഷിച്ചു. ഏതായാലും പോലീസ് ഡോസ് കോഡും സിം ട്രാക്കിംഗ് ഡ്രോൺസ് എല്ലാം വന്ന് പരിശോധിച്ച് ഇവരെപ്പറ്റി ഒരു വിവരവുമില്ല. ബെട്ട വനമേഖലയെന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. കണ്ണൂരിലെ ഇരിട്ടി ലൊക്കേഷന് അടുത്ത് ചില സന്ദർഭത്തിൽ ഇവരുടെ ഈ മലയിൽ കയറി നിന്നാൽ ഇരിട്ടി ലൊക്കേഷൻ ചിലപ്പം മൊബൈൽ കിട്ടും എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. തടിയൻ ഡമോൺ എന്ന് പറഞ്ഞാൽ 3rd ഹയസ്റ്റ് ഏറ്റവും ഉയരം കൂടിയ കർണാടകയിലെ കൊടുമുടിയാണ്. ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് അടുത്താണ് ഇത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അവർ ആ ട്രെക്കിംഗ് ഏരിയ മുഴുവൻ അവർ ഓരോ കോളം തിരിച്ചിട്ട് പോലീസും 60ഓളം പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നേരത്തെ നക്സലൈറ്റിനെ പിടിക്കാനുള്ള സ്ക്വാഡുകാരും അവരും എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. കേരള പോലീസ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് കർണാടകയിൽ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ പോലീസും ഇതുപോലെ ട്രെക്കിംഗ് ടീമുകളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ആ ഏരിയ അരിച്ചു പെറുക്കുകയാണ്. ഇന്നിപ്പം വ്യാഴം, വെള്ളി, ശനി, ഞായർ. അവർ പറയണ ആ ട്രെക്കിംഗ് ഏരിയ മുഴുവൻ അവർ ഓരോ ഗ്രൂപ്പ് തിരിച്ച് അവിടെ പരിശോധന നടത്തി. ഇന്ന് ഞായറാഴ്ച വൈകിട്ടത്തിന് 5-6 മണിക്ക് മുമ്പ് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്.
ഏതായാലും ഇവർ പോകാൻ നേരത്ത് ഇവരുടെ കയ്യിൽ ഒരു വടിയുണ്ട്, ഇവരുടെ ഒരു ബാഗുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഇവരുടെ തോളയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെയുള്ള താമസിച്ച ഹോട്ടലിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം കുടകിലെ ഏറ്റവും ഉയരമുള്ള ആ കൊടുമുടി മുഴുവൻ അവിടുത്തെ പോലീസും ഫോറസ്റ്റും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തിനകം എന്തെങ്കിലും വിവരം ലഭിക്കലും എങ്കിൽ വൈകിട്ടത്തിനകം അറിയാം ഇവരുടെ തുണി, ഇവരുടെ വടി, ഇവരുടെ ബാഗ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഏതെങ്കിലും അവശിഷ്ടങ്ങൾ അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കണം, അവിടെ എലിഫൻ്റ് ആനയുള്ള സ്ഥലമാണ്, അതേസമയത്ത് കടുവ ഉള്ള സ്ഥലമാണ്, പുലിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. കാരണം ഇതിനടുത്ത് തന്നെയാണ് അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബെട്ട വനമേഖല, അതിനോട് ചേർന്ന പ്രദേശമാണ് ഇത്. അതുകൊണ്ട് ഒരു റിസ്കി ആണ് ആ കുട്ടിയുടെ ജീവൻ എന്ന് തോന്നുന്നു. പക്ഷേ അവർ നല്ല ധൈര്യമുള്ള ഒരു സ്ത്രീയാണ്, ഒറ്റയ്ക്ക് ട്രെക്കിങ്ങിന് വരുന്ന സ്ത്രീയാണ്. അതേസമയത്ത് ബ്രഹ്മഗിരി മലനിലയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ടി ഭാഗത്തേക്ക് വരാം, വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അവർ തന്നെ ധൈര്യസമയം നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ്. കാരണം ആ വഴിയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അവിടെ വൈൽഡ് ആനിമൽസ് ധാരാളമുള്ള സ്ഥലങ്ങളാണ് രാത്രിയിൽ. അത് തന്നെയല്ല, അവിടെ ആനയുടെ ശല്യങ്ങളും നമുക്കറിയാം. ഇവിടെ പലരും വയനാട്ടിൽ നിന്ന് അങ്ങോട്ട് മൈസൂരിൽ പോകുന്ന റൂട്ടിലെല്ലാം രാത്രിയിൽ അനുവദിക്കത്തില്ല സഞ്ചരിക്കാൻ തന്നെ. കാരണം ആ വഴി നീളെ ആനകളും മറ്റു മൃഗങ്ങളും ഒക്കെ ഉണ്ട്. റോഡിലൊക്കെ മൃഗങ്ങൾ നിൽക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും അതിൽ റിസ്കിയായ ഒരു സ്റ്റെപ്പാണ് ആ പെൺകുട്ടി എടുത്തത്. 36 വയസ്സുണ്ട് എങ്കിലും ഒരു തീരുമാനം എടുത്തത് അത്ര പക്വതയുള്ള തീരുമാനമല്ല ശരണ്യയുടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അപകടം മണക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടത്തോടെ അറിയാം എന്താണ് സംഭവിച്ചതെന്ന് ഏകദേശം. ആ ഏരിയയിൽ അവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്തും. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഒരു 6 മണിക്ക് മുമ്പ് ഇതിനെപ്പറ്റി എന്തെങ്കിലും സൂചന ലഭിക്കും എന്നാണ് കരുതുന്നത്.